രാജ്, നമ്മുടെ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ഒരു മീഡിയ ഒക്കെ ഇടപെട്ട് ബിസിനസ്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ ബിസിനസ്മാൻമാർ എങ്ങനെയാണ് അതിനെ ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യുക? അനീഫിക്ക, ഇത് ആരെയും കരിവാരി തേക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടല്ല പത്രങ്ങൾ ഇത് ചെയ്യുന്നത്. അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് നെഗറ്റീവ് റിവ്യൂസ് ഉള്ള കാര്യങ്ങൾ ഇത് പൊലിപ്പിച്ച് കാണിക്കുക എന്നുള്ളത്. അത് അവരുടെ ബിസിനസ്സാണ്, അത് അവരുടെ ബിസിനസ്സാണ്. അത് മനസ്സിലാക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് നമ്മളുടെ ബിസിനസ് വിജയിക്കും. അവർ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് അല്ലേ ഇത്? അതെ. അത് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കണം എന്നതല്ലേ ഇദ്ദേഹം ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് അദ്ദേഹം ആ സ്ട്രാറ്റജി ചെയ്യുന്നു. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതല്ലേ നമ്മളും പഠിക്കേണ്ടത്. നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്ത ബിസിനസ് എന്ന് വെച്ചാൽ ബോർഡ് വെക്കാത്ത ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് പോലെയാണ്. അനിൽ സാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പം നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാവും. ഈ വാർത്തകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു തടസ്സമായിട്ട് വരാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ വിഷമിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് കൺട്രോൾ നമ്മളുടെ കയ്യിലാണ്. അത് മറ്റൊരാൾക്ക് നമ്മൾ വിട്ടുകൊടുക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈഗോയിൽ നിന്ന് നമ്മൾ ഇതിൽ വർക്കൗട്ട് ആക്കരുതെന്ന് പറയുന്നത്. നമ്മൾ അതിനുള്ള ഗ്യാപ്പ് കൊടുക്കുന്നിടത്താണ് ഇത്തരത്തിലുള്ള മനസ്സിൻ്റെ നില നമ്മളുടെ ആ ഒരു ഇതിലോട്ട് ഫോക്കസ്ഡ് ആവുന്നത്. പണ്ട് ബാലരമയിലൊക്കെ ആയിട്ട് നമ്മൾ കഥകൾ വായിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, ഈ അമ്പെയ്ത്ത് ഒരു പക്ഷിയെ അമ്പെയ്യുന്ന സമയത്ത് ആ ലക്ഷ്യമായിരിക്കണം നമ്മുടെ കാഴ്ച. അതിൻ്റെ ഇടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും, പലവിധ ശബ്ദങ്ങളുണ്ടാവും, പലവിധ ഇലകൾ അതിൻ്റെ ഇടയിലൂടെയൊക്കെ പറക്കുന്നുണ്ടാവും. നമ്മൾ ആ ഇല പറക്കുന്നതിനനുസരിച്ച് നമ്മളുടെ തല ആട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ലക്ഷ്യത്തിലെത്താൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് അത്രയും ഡിലേ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ബിസിനസ് ഓണേഴ്സ് ചെയ്യേണ്ടത് നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന് നമ്മൾ എടുക്കുക. അല്ലാത്തതിനെ ഒഴിവാക്കി എന്തെല്ലാം അവസരങ്ങളുണ്ടോ അതിനെ മുതലെടുക്കുക, നമ്മൾ അത് ഉപയോഗിക്കുക. തീർച്ചയായും അതൊക്കെയാണ് ഞാൻ പറയുമ്പോൾ ഇത് ഈ പറഞ്ഞതൊക്കെ അവര് ചെയ്യുന്നുണ്ട്. അതെ, ഈ പറഞ്ഞ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇത് അനിൽ സാർ ചെയ്തപ്പോഴാണ് പ്രശ്നം. ഇപ്പൊ വീണവനെ എണീപ്പിക്കരുത്. ഞാനൊരു ഇതിൽ കേട്ടതാ, വീണവനെ എണീപ്പിക്കാൻ പാടില്ല എന്ന് സാറ് പറയുന്നുണ്ട്. അവൻ പിടിച്ച് താഴേക്ക് വലിച്ചിടുമെങ്കിൽ അവൻ എണീപ്പിക്കാൻ പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നേരെ മറിച്ച് ആരാണ് ഇപ്പൊ നമ്മളൊക്കെ ബിസിനസ്സുകാരൻ വർക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ട്? ഞാൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ ബിസിനസ്സിന്റെ വലിയൊരു ഗ്രോത്തും വലിയ സംഭവം കാണുന്നതോടൊപ്പം എൻ്റെ കൂടെ എത്ര പേരുണ്ട് എന്ന് തന്നെ ഞാൻ നോക്കാറ്. തീർച്ചയായിട്ടും. ഇത്രയും ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്. അവർക്കൊരു മാസം എനിക്ക് ഇങ്ങനെ ഒരു ദാനമായിട്ടാണ് കൊടുക്കാൻ കഴിയില്ല. അവർക്ക് മാസം കൃത്യമായി കൊടുക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു വലിയ ഗോളായിട്ട് കാണുന്നത്. ഇപ്പോൾ വീണവരെ എണീപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ജനങ്ങളടിയിൽ പ്രചരിപ്പിച്ചിട്ട് അത് അവർ കേട്ട് കഴിഞ്ഞാൽ ആകെ ലോകം ഇതൊക്കെ തന്നെയും അദ്ദേഹത്തെ മനസ്സിലാക്കാത്ത ആളുകളാണ് ഇത് പറയുന്നത്. നിങ്ങളെ കൂടെ ആളുകളെ കൂട്ടണം, അവർക്ക് കൂടുതൽ ആളുകൾക്ക് ചെയ്യാൻ അതാണ് എളുപ്പം. അതെ, അതായത് രക്ഷപ്പെടുന്ന ആളുകൾക്ക് കൂടുതൽ സഹായം കൊടുത്ത് വീണ്ടും അവർ കൂടുതൽ ആളുകളെ സഹായിക്കുന്ന രീതിയിൽ വളർത്തുക എന്നുള്ളതല്ലേ. തീർച്ചയായും. നെഗറ്റീവ് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ആ നെഗറ്റീവ് അർത്ഥത്തിൽ എടുക്കുന്നുണ്ട്. ഇതിലൊക്കെയുള്ള പോസിറ്റീവ് അംശങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമുക്കിതെല്ലാം അവസരങ്ങളാവും, ഇല്ലെങ്കിൽ ഇതെല്ലാം തടസ്സങ്ങളായിട്ട് മാറും. അൺഫോർച്ചുനേറ്റ്ലി പല ആളുകൾക്കും ഇത് തടസ്സങ്ങളായിട്ട് മാറും. ഇതിലൊന്നും അറിയാതെ കാര്യങ്ങൾ കാണുക, അത് കണ്ടതുകൊണ്ട് അത് ആണ് ശരി അല്ലെങ്കിൽ ഇന്നതാണ്, അദ്ദേഹം അത് പറഞ്ഞു അത് തെറ്റാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൾക്കാഴ്ചകൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ കാണാൻ കഴിയാത്ത ആളുകൾ ഒബ്വിയസ്ലി ഇതിൻ്റെ ബേസിസിൽ ബയാസ്ഡ് ആവും. ബിസിനസ് ഓണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബയാസ്ഡ് ആവാണ്ടിരിക്കുക, നിങ്ങൾ അതിനൊന്നും കാഴ്ച കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ നമ്മുടേതായ ലക്ഷ്യമുണ്ട്, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അതെ, അതിലേക്ക് പോകാൻ പറ്റുന്ന അവസരങ്ങളെ മാക്സിമം, മാത്രമല്ല നമ്മൾ ലക്ഷ്യത്തിന് മാക്സിമം ക്ലാരിറ്റി കൊടുക്കുക. തീർച്ചയായിട്ടും. അതാണല്ലോ ക്ലാരിറ്റി. നിങ്ങൾ പറഞ്ഞ പക്ഷിയെ മാത്രം കാണുക, മാക്സിമം അതിന്റെ പോയിന്റ് അല്ലെ, കണ്ണിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ക്ലാരിറ്റി വരുത്തുക. ഹനീഫിക്ക, വിമർശിക്കാൻ ആർക്കും കഴിയും. സബ്ജക്ട് നോളജ് ഉള്ള ആൾക്കും കഴിയും, ഇല്ലാത്ത ആളുകൾക്കും കഴിയും. പക്ഷെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് എന്നുള്ള രീതിയിലേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടാണ് വരിക. അത് പറയുന്ന ആളുകൾ ഏത് മാനസിക നിലയിലാണ്, എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്, ഇതിലൊക്കെ ഒരുപാട് കാര്യം. നമുക്ക് ഈ അത്രയും സമയം നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവരെ പൊക്കിക്കൊണ്ടുവരാനുള്ള ഒരു എഫേർട്ടായിട്ട് അതിന് മാറ്റിക്കൂടെ? ഇതാണ് പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. അല്ലെ, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണോ ഒരിക്കലും ഇതിന് അടിമപ്പെടില്ല.
നല്ല കാര്യമാണ്. നമ്മൾ ആ പോസിറ്റീവ്നെസ് ഉൾക്കൊള്ളാൻ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇതിലെല്ലാം പോസിറ്റീവ്നെസ് കിട്ടുന്നത്. അതെ, ഈ മൈൻഡ് സെറ്റ് ആണ് നമ്മളെല്ലാവരുടെ അടുത്തുനിന്ന് എല്ലാവർക്കും ബിസിനസ് ഓണേഴ്സ് ഈ മൈൻഡ് സെറ്റാണ് അക്വയർ ചെയ്യേണ്ടത്. അത് ആരുടെ അടുത്തു നിന്നാണെന്നുണ്ടെങ്കിലും അവരാണ് നിങ്ങളുടെ ഗുരുനാഥൻ. ചിലപ്പോൾ സുഹൃത്താവാം, ചിലപ്പോൾ വീട്ടിൽ നമ്മളുടെ പങ്കാളിയായിരിക്കാം, ചിലപ്പോൾ അച്ഛനമ്മമാരായിരിക്കാം. അവർ യഥാർത്ഥത്തിൽ അവർ ഗുരുനാഥന്മാരാണ്. ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ്നെസ് നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ കഴിയും. നമുക്ക് മാത്രമല്ല, നമ്മൾ പറയുന്നതൊക്കെ വിമർശനങ്ങൾ എന്നതിനേക്കാളുപരി നമ്മളെന്താവും മറ്റുള്ളവർക്ക് പോസിറ്റീവ്നെസ്സും പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. പോസിറ്റീവിന് മാർക്കറ്റ് ഇല്ല അല്ലേ? പോസിറ്റീവിന് മാർക്കറ്റ് ഉണ്ട് തീർച്ചയായിട്ടും. അത് റിയലൈസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. അല്ല നോക്കി, ഇപ്പൊ ഇതിനെ വ്യൂവേഴ്സുകൾ നോക്കി നെഗറ്റീവിനാണല്ലോ മാർക്കറ്റ് ഉള്ളത്, പോസിറ്റീവിന് മാർക്കറ്റ് ഇല്ല. പോസിറ്റീവ്നെസ് മാർക്കറ്റ് അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. അതോ നമ്മളെ കേരളം അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. അതൊരു പൊതു സ്വഭാവമാണ്. പോസിറ്റീവ്നെസ് മാർക്കറ്റ് ഉള്ളത് എപ്പോഴാണെന്നറിയോ? പോസിറ്റീവായിട്ട് വിജയിച്ച് കാണിച്ചതിന് ശേഷമാണ്. അതാ, വിജയിച്ച് കാണിച്ചതിന് ശേഷം നമ്മൾ എന്തൊക്കെ അബദ്ധം ചെയ്താലും അത് മറ്റുള്ളവർക്ക് പാഠമാണ്. നമ്മൾ വിജയിക്കുന്നില്ല അല്ലെ വിജയിച്ചിട്ടില്ല എന്നുള്ള തോന്നൽ നമുക്ക് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും അതങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ നമുക്കറിയാം. അത് എപ്പോഴും അതിനൊരു ആക്കം കൂട്ടുവാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. അതേസമയം ഈ വിജയിച്ച ആളുകൾ ഇവരിനി എന്തൊക്കെ ഇനി പറഞ്ഞിട്ടും കാര്യമല്ല, ഇവർ അടിക്കാൻ നോക്കുമ്പോൾ അവർ അതിനും മുകളിൽ, ഒരുപാട് മുകളിൽ അവർ പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമാണോ ഈ പോസിറ്റീവിന് മാർക്കറ്റ് ഇല്ലായി? അല്ല, മാർക്കറ്റ് ഇല്ലാത്തതല്ല അല്ല പ്രശ്നം. പിന്നെ എന്താ വെച്ചാൽ പോസിറ്റീവ് പറയാനില്ല, പറയേണ്ട കാര്യമില്ല. അങ്ങനെയുണ്ടല്ലോ. അപ്പം നെഗറ്റീവ് ആണല്ലോ വാർത്തയാവുന്നത്. അനീഫിക്കാത് ഈ പോസിറ്റീവ്നെസ്സിൽ റിസ്ക് കൂടുതലാണ്. ഞാൻ ഉദാഹരണം പറയാം. ഒരു കല്യാണാലോചന വന്നു, ചെക്കനെ കുറിച്ച് ആലോചിക്കുകയാണ്. ആളുകൾ പറയുന്നത് മുഴുവനൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ കൂടുതലും പറയുന്നത് നെഗറ്റീവ്സ് ആയിരിക്കും. അത് ആകെ 1-2 ഉണ്ടാവുള്ളൂ. 98 നല്ലതായിരിക്കും. അത് പറയുമ്പോൾ ആ 2 പറയുള്ളൂ, പോസിറ്റീവ്നെസ് പറയില്ല. മനസ്സിലായി? ഇനി പോസിറ്റീവ്നെസ് പറഞ്ഞാൽ തന്നെയും ഒരു പേടിയാണ്, ഇവനെ കുറിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടാണെന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള പ്രശ്നമാണത്. ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കൾച്ചറാണ്. നമ്മൾ ഏറ്റെടുത്ത നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അക്കൗണ്ടബിൾ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും നാളെ ഒരാൾ ചോദിക്കുമ്പോൾ അത് അയാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റിയും ക്ലാരിറ്റിയും എനിക്കുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇത് എടുക്കാനുള്ള മനസ്സ് വേണം. അക്കൗണ്ടബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടാകും, എന്നെ കൊണ്ട് പറ്റില്ല, എന്താണ് കുട്ടി വല്ലതും വഴിക്ക് വെച്ച് ഓടാൻ പാടില്ലല്ലോ. അത് നമ്മൾ ആ അക്കൗണ്ടബിലിറ്റി എടുക്കണം. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി എടുത്ത് തുടങ്ങുന്നിടത്ത് പോസിറ്റീവ്നെസ്സിന് സ്കോപ്പ് ഉണ്ട്. ഇല്ലെങ്കിൽ പൊതുവെ ആളുകൾ ഈ നെഗറ്റീവിനെ സ്കോപ്പ് ഉണ്ട്, ശരിയാണ്. അപ്പോൾ ഈ പോസിറ്റീവ് പറയുന്നതിന് വ്യൂവേഴ്സ് ഇല്ല, അതൊരു സത്യമാണ്. വ്യൂവേഴ്സ് ഇല്ല, വ്യൂവേഴ്സ് കാഴ്ചപ്പാടുകളാണ് കുറവാണ്. നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ള മറ്റേതിലൊരു ചെറിയ രസമൊക്കെ ഉണ്ടാവും, അതായിരിക്കും. എന്തോ എരിയും പുളിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ആളുകൾക്ക് അത് കേൾക്കാൻ എന്തോ അത് ഇഷ്ടമായിരിക്കാം. ഒരാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ നമ്മൾ റോൾ മോഡലായി വെക്കുന്ന സമയത്ത് അയാളുടെ ആ സക്സസ് ജേണി ഫോളോ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു പൊസിഷനിലോട്ട് എത്തുവാൻ വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ചലഞ്ചസ് നേരിട്ടു എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. അതിലൂടെയൊക്കെ കടന്നിട്ട് അയാൾ ഇങ്ങനെ എത്തി എന്ന് പറയുമ്പോൾ ആ ജീവചരിത്രം പഠിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾക്കും ഇത്തരത്തിൽ സക്സസ്ഫുൾ പൊസിഷനിലോട്ട് എത്താൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഇതുപോലത്തെ ആളുകൾ വേണ്ടേ? ഒരു ബിസിനസ്മാൻ ഇതുപോലുള്ള റോൾ മോഡൽസ് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു റോൾ മോഡൽ വെക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളെല്ലാം നമ്മളുടെ ഹിസ്റ്ററിയിൽ നിന്നും നമ്മളുടെ കാഴ്ചപ്പാടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ സക്സസ്ഫുൾ പേഴ്സൺസിനെ നമ്മൾ റോൾ മോഡലായി വെക്കുമ്പോൾ അയാളുടെ സക്സസ് പാത്ത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്, അയാളുടെ ഫെയിലിയർ ജേണിയും നമ്മൾ അതുപോലെ പഠിച്ചിരിക്കണം എന്ന് പറയും. അപ്പോൾ ഫെയിലിയേഴ്സ് എത്രത്തോളം കൂടുതലുള്ള ഒരാളാണോ നമ്മളുടെ കൂടെ സക്സസ്ഫുള്ളായി പിന്നീട് വന്ന് നമ്മുടെ മുന്നിലോട്ട് വയ്ക്കുന്നത്, അത്രത്തോളം അനുഭവ സമ്പത്ത് നമുക്ക് അയാളിൽ നിന്ന് കരസ്ഥമാക്കാം. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മൾ അവിടെ മുൻകൂട്ടി കാണാനുള്ള ഒരു അറിവ് അവിടെ നിന്ന് നേടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള റോൾ മോഡൽസ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ
നമ്മൾ അവരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതെ, നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ബിസിനസ് വിജയിച്ച ആളുകളുമായിട്ടാണ്. നേരിട്ടായാലും അല്ലെങ്കിലും ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. എങ്കിലും നമ്മൾ അവരുടെ വീഡിയോസ് ആയിരിക്കും കാണുന്നത്, അവർ ചെയ്യുന്ന പോലെ ചെയ്യാനായിരിക്കും നമ്മളെ മൈൻഡിൽ വരിക. ഇതൊക്കെ നമ്മളെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കാൻ ഒരു വലിയ സാധ്യതയുണ്ട്. അതെ ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത്തരത്തിൽ നമുക്കൊരു മെൻറ്റേഴ്സ് വേണം. ഇതുപോലുള്ള നമ്മളെ ബിസിനസ്സിനെ കുറിച്ച് എന്തൊരു ചലഞ്ച് പറയുമ്പോഴും ഇതല്ലല്ലോ, നീ ഇതുപോലുള്ള എത്ര എണ്ണം നീ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താൻ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നും ഇവർ ചെയ്യുന്നില്ല. അത് ഇതൊക്കെ നമ്മൾ ഇതിനാണല്ലോ നമ്മൾ ഇവരെയൊക്കെ നമ്മളെ കൂടെ അണച്ചു പിടിക്കുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്കേ കഴിയൂ. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ എനിക്ക് ബിസിനസ് ഞാനിപ്പോഴും 2 പേരുടെ മെൻറ്റർഷിപ്പ് സ്വീകരിച്ച് നിൽക്കുന്നുണ്ട്. ഞാനത് അവരുടെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ബിസിനസ്മാൻമാരോട് പറയാനുള്ളത്, ഇതിനു വേണ്ടി ക്യാഷ് മുടക്കുന്നതും ഇതിനു വേണ്ടി ടൈം മുടക്കുന്നതും നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. തീർച്ചയായിട്ടും. ഹനീഫിക, അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എന്താണ് മോട്ടിവേഷൻ്റെ പ്രസക്തി എന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു കഥ ഓർക്കുകയാണ്. ഒരു 2017 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. 2017-18 കാലഘട്ടത്തിൽ ബിസിനസ്സിൽ കുറച്ചൊരു ലോസ് ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ. ലോസ് ഫേസ് ചെയ്ത് തീർച്ചയായിട്ടും എൻ്റെ അപര്യാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ ചില മെച്ചുവേർഡ് അല്ലാത്ത ചിന്താഗതികൾ കൊണ്ടാവണം, അല്ലെങ്കിൽ മാടപ്രാവിൻ്റെ ചില ക്വാളിറ്റീസൊക്കെ അവിടെ വന്നുകൊണ്ടാവണം ചില തീരുമാനങ്ങൾ എനിക്ക് നേരെ തിരിച്ചടിച്ചു. ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി. അപ്പം ഞാൻ ആലോചിച്ചു, എന്തിന് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് കൊണ്ടു നടക്കണം? മറ്റുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് മുതലെടുക്കാനുള്ള ഒരു സംഭവമാണോ ഞാൻ? ആർക്കും എന്നെ ഒരു വില കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ക്ലയൻ്റായ MDCB, മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഞങ്ങളുടെ പോയിന്റ് ഓഫ് കോൺടാക്ട് രാജ്കുമാർ സാർ ഒരു ദിവസം എന്നെ വിളിക്കുന്നു. ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത്, ഞാൻ പേരെടുത്ത് പറയുകയാണ്. അപ്പോൾ രാജ്കുമാർ സാർ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ സാറിനോട് എൻ്റെ സങ്കടം ഷെയർ ചെയ്തു. സാറേ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ എന്തിനാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നത്? ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവർക്കൊക്കെ ഞാൻ നല്ല സർവീസ് കൊടുക്കുന്നത്. പക്ഷേ തിരിച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ നിർത്തിപ്പോയാലോ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. സാറ് പറഞ്ഞാൽ എന്താ അറിയോ, രാജ്, നീ എത്ര വലിയ കാര്യമാണ് ചെയ്യുന്നത്. 10-35 പേർക്ക് നീ അവിടെ ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുവട്ടമുള്ള എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട്? നീ ചെയ്യുന്നത് വലിയ കാര്യമാണ്. അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഞാനിരിക്കുമ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പലർക്കും അത് കാണാൻ കഴിയുന്നുണ്ട്. നീ പിന്തിരിയരുത്. നിന്നെപ്പോലെയുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അവരാണ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ആ പറഞ്ഞത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. അതെ, ഇതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചിരുന്നു എന്തിന് മോട്ടിവേഷൻ എന്ന് ചോദിച്ചു. എന്നെ അവിടെ തളർന്നു കടന്ന ഞാൻ ഉയർത്തെഴുന്നേൽക്കാണ് അവിടെ ചെയ്തത്. ഒരു വാക്ക്, ഇത് മനുഷ്യൻ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടാം. ഇതുപോലുള്ള എല്ലാ പോസിറ്റീവും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ. അതെ, ഇതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിലുള്ളതാണ്. അതെ, നമുക്ക് ഇതുപോലുള്ള മോട്ടിവേഷൻസ് ഫ്രണ്ട്സിൽ നിന്ന് കിട്ടാം, അധ്യാപകരിൽ നിന്ന് കിട്ടാം, ചിലപ്പോൾ ഒരു കോള് കിട്ടും. തീരെ വെച്ചാൽ അവനൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ വിളിക്കുമ്പോഴേക്കാരും അവന് കിട്ടുന്നത് ഇല്ലേ? ഇപ്പൊ അനീസാറിന് ആര് മോട്ടിവേഷൻ നമ്മൾ ഇതിൽ കണ്ടിരുന്നു. അനീസാറിന് ആര് മോട്ടിവേഷൻ കൊടുക്കുന്നു? ശരിയാ, വേണം. അനീസാറിന് മെന്റർ ഉണ്ടല്ലോ. ഉണ്ട്. ആർക്കെന്തറിയാം? അനീസാറിന് മെന്റർ ഉണ്ട്. അനീസാറിന് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ നൽകുന്നുണ്ട്. ഈ സ്റ്റേജിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഇതുപോലെ ഒരുങ്ങി കൂട്ടി വന്നതിനെ കുറിച്ച് മുൻകൂട്ടി അറിയാൻ ആർക്കും ഒരു മാർഗവും ഇല്ലല്ലോ. അതെ, അത്രയേ ഉള്ളൂ അവിടെ സംഭവിച്ചിട്ടുള്ളത്. മെന്റേഴ്സ് ഉണ്ട്. ആ മെന്റേഴ്സ് തന്നെയാണ് അനീസാറിന്റെ പിന്നാലെ നമുക്ക് ഇനിയും പോകാനുള്ള കാരണവും. കാരണം അനീസാർ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൃത്യമായി പഠിച്ച് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നു. അത് തന്നെയാണ് അതിനുള്ള കാരണം. അനിൽ സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് എന്നെക്കാളും വലിയൊരാളിന്റെ അയാളുടെ അടുത്ത് പോകണമെന്നാണ് പറയുന്നത്. ഹനീഫിക പറയുന്നത് ആലോചിച്ച് നോക്കുക. അവിടെ പോവാതിരിച്ചിരിക്കല്ല, നിങ്ങൾ ബോട്ട് മാറി കയറണം. നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ കേപ്പബിലിറ്റി ഞാൻ എന്നാ അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അന്ന് നിങ്ങൾ അവസാനിപ്പിക്കണം. അടുത്ത ആളെടുത്ത് പോകണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഈ പറയുന്ന കേൾക്കുന്ന ആർക്കും ഇതറിയില്ല. ഈ സ്റ്റോറീസ് ഒന്നും അറിയാതെ കണ്ണടച്ച് വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ആർക്കറിയാം? അറിയാം എന്ന് പറഞ്ഞാൽ അറിഞ്ഞാലും ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടോ? ഹനീഫിക, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഒരു ബോർഡിൽ ഒരു കറുത്ത കുത്തിട്ട് കഴിഞ്ഞാൽ വെളുത്ത ഭാഗം കാണുന്ന ആളുകൾ. ഈ ബോർഡിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും കറുത്ത കുത്തേന്ന്. വളരെ കുറച്ച് ആളുകളാണ് ഈ വെളുത്ത ഭാഗങ്ങൾ കാണുന്നത്. അത് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത്
ഏറ്റവും നല്ല കാര്യമാണ്. പ്രേക്ഷകരോട് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഒരുപാട് വെളുത്ത ഭാഗം ഉണ്ട് അവിടെ. നിങ്ങൾ അങ്ങോട്ട് നോക്കുക, ഞങ്ങൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്നുണ്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ഭവിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ സക്സസ്. വെളുത്ത ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഹാങ്ങിങ് ഗാർഡൻ. ഷാർജയിലെ ഇത് പ്ലേസിന്റെ പേരെന്താണ്? ഗാർഡൻ ഷാർജയിലെ കൽബ എന്നുള്ള പ്ലേസ് ആണ്. ചുറ്റുപുറം മലകളാണ്. ഇവിടെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഏരിയ ഇത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കിയ ആരൊക്കെയാണ്? വിഷനറീസ് ആണ്. അവരുടെ ഗ്രേറ്റ് വിഷൻ ആണ് ഇവിടെ ഒന്നുമില്ലാതെ കടന്ന ഈ ഒരു സ്ഥലം എത്ര ആളുകൾ ഇവിടെ കാണാൻ വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല കേട്ടോ, കരിമ്പാറയാണല്ലോ ചുറ്റുപുറം. നമ്മൾ അവിടുന്ന് വരുന്ന വഴി ഇങ്ങനെ ശ്രദ്ധിച്ചോ? ഈ ഫസ്റ്റ് ഇങ്ങനെ കയറിയ ഉടനെ രണ്ട് ഭാഗത്ത് പെട്ടെന്ന് എനിക്കൊരു കേരളത്തിലേക്ക് കയറിയ കേരളത്തിന്റെ പച്ചപ്പാണ്. അതെ, അത് മലകൾക്കും കൂടെ കരിമാറകൾക്കും മുകളിൽ വരെ പച്ചപ്പാണ്. ഇപ്പോഴത്തെ പുതിയത് വെട്ടി, കാരണം മഴ ക്ലൗഡ് സീഡ് നടത്തിയിട്ടാണ് ഇവിടെ മഴ പെയ്യിപ്പിച്ചിട്ടുള്ളത്. എന്തുദ്ദേശം കൊണ്ടാണെന്ന് അറിയാം. എന്താണ് ഇവർക്ക് നമ്മൾ വിചാരിക്കും. അവർ ശരിക്കും നമ്മൾ ക്ലൗഡ് സീഡ് നടത്തി ഇവിടെ മഴ പെയ്യിപ്പിക്കുന്നു എന്നേ അറിയുന്നുള്ളൂ. എന്താണ് ഒരു 2-3 വർഷം കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ സീഡിങ് നടത്താതെ തന്നെ ഇവിടെ മഴ പെയ്യുന്ന രീതിയിൽ ഇവിടേക്ക് പച്ചപ്പ് കൊണ്ടുവരും. ഒരു മുൻകൂട്ടി പ്ലാന്. ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ആളുകൾ, വലിയ വിഷണറീസ് തന്നെയാണ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുള്ളൂ. നമ്മൾ വലിയ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ഇതിന് ചെറിയ കാര്യത്തെ കുറ്റം പറയാണ്. നമ്മളുടെ സമയം എന്ന് പറയുന്നത് ഈ വിഷണറീസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നോക്കാതെ ആ നേരത്തെ പറഞ്ഞ കറുത്ത കുത്തുകളെ കണ്ടുപിടിച്ച് അതിനെ വിമർശിക്കാൻ നമ്മൾ സമയം, വളരെ എളുപ്പമുള്ള കാര്യമാണത്. വിമർശിക്കുക, ഒന്നും അറിയാതെ വിമർശിക്കുക എന്നുള്ളത്. അപ്പം നമ്മളുടെ സമയം നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇനി അവർ നെഗറ്റീവ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെടുത്ത് അത് അഡോപ്റ്റ് ചെയ്ത് വലിയ വലിയ ഉയരങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആ ഉയരത്തിലോട്ട് എത്തുവാനും, നമ്മളെത്തുമ്പോഴാണ് മറ്റുള്ളവരെയും നമ്മൾ അങ്ങോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെയും കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളത് നമ്മുടെ ജീവിത ലക്ഷ്യമാക്കി നമ്മൾ ഓരോരുത്തരും, ഓരോ ഓൺടർപ്രനറും അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. നമുക്കിതിന് ഹോണസ്റ്റ് ഫീഡ്ബാക്ക് തരിക. ഒരുപാട് വിമർശനങ്ങളുണ്ടാവും. നമ്മളതിൻ്റെ വെളുത്ത പാർട്ടാണ് കാണാൻ ശ്രമിക്കുന്നത്. സോ വിമർശനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഹോണസ്റ്റ് ആവുക, കാഴ്ചപ്പാടുകളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. വളരെ നല്ല കാര്യം, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ അനുഭവ സമ്പത്തും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ഇത്തരത്തിലൊരു വേദി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ്. യെസ്, ഏറ്റവും നല്ല കാര്യമാണ്. അതേപോലെ നമ്മൾ ഈ ഒരു സ്മൈൽ ടാക്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ മൈൻഡ് സെറ്റുള്ള ആളുകളെ മുഴുവൻ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. അതെ, കൂടെ കൂട്ടുക. അതിന് വേണ്ടിയിട്ട് സമയം ഞങ്ങൾ ചിലവഴിക്കാൻ ഇനിയും ഒരുപാട് സമയം ചിലവഴിക്കാൻ റെഡിയാണ്. കാരണം ഈ ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു പുരോഗമനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഈ ബിസിനസ്സുകാർക്ക്, വേറെ ആർക്ക്? കാരണം അവരാണ് ആളുകൾക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാട്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു താങ്ങാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും, ഇത് മനസ്സറിയുന്ന എല്ലാവരും ഇതിനോട് സഹകരിക്കുകയും ഇതിൻ്റെ പാർട്ടാവാൻ ശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ അതിന് താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ആ ലിങ്കിലൂടെ, വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നമ്മളോട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും നൽകുക. അങ്ങനെ ഈ കൂട്ടായ്മ വീണ്ടും മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും കൈകോർത്ത് പിടിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. താങ്ക് യു.